നിങ്ങളെ ദൈവത്തിൻ്റെ വിമോചന പ്രവർത്തനത്തിന് അതിശക്തമായി ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്താൻ കഴിയാതെ വണ്ണം ശത്രുവായ ഫറവോൻ നിങ്ങളെ അവൻ്റെ അടിമയാക്കി വയ്ക്കാനായി നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമുക്കൊരിക്കൽ കൂടി കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാനും ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുവാനും സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ അവസരം ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. കാരണം യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നതും യേശുവിൽ നിന്ന് കേൾക്കുന്നതും ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരിക്കൽ മറിയെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയും ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധയോടുകൂടെ ഇന്നത്തെ ഈ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായ ആലോചനകൾ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. ഒരിക്കലൊരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു എഡ്യൂക്കേറ്റ് ആൻ ഇൻഡിവിജ്വൽ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു എഡ്യൂക്കേറ്റ് എ ഫാമിലി. ദൈവം പുരുഷനോടൊപ്പം സ്ത്രീയെയും ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും അണിയിച്ചാണ് സൃഷ്ടിച്ചതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തക ഉടനീളം സ്ത്രീകളെ ദൈവം പ്രത്യേകമായി കരുതുകയും ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് അവരെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ആദ്യമായി കാണുന്നത് ഒരു സ്ത്രീയാണ്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സദ്വർത്തമാനം മറ്റുള്ളവരോട് പങ്കുവച്ചത് ഒരു സ്ത്രീയാണ്. പഴയ നിയമത്തിലെ വിമോചന ചരിത്രത്തിൽ എത്രയെത്ര സ്ത്രീരത്നങ്ങളാണ് പങ്കെടുത്തതെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനോ ഉപജീവനത്തിന് വേണ്ടി പോകുന്നതിനോ പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. വീട്ടിനകത്ത് ഭക്ഷണങ്ങളുണ്ടാക്കി മക്കളെ പോറ്റി വളർത്തി ഒരു വീട്ടിൻ്റെ 4 ചുവരുകൾക്കൊരു ഉള്ളിൽ മാത്രം ഒതുക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകളും സമൂഹത്തിൻ്റെ ഉന്നതമായ നിലവാരങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അവർ ചെന്നെത്തപ്പെടാത്തതായ മേഖലകൾ വളരെ ചുരുക്കമാണ്. എല്ലാ മേഖലകളിലും അവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ മറുഭാഗത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും പലതരത്തിലുള്ള ചൂഷണങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു വെല്ലുവിളിയെ ധൈര്യപൂർവം നേരിട്ടുവെങ്കിൽ മാത്രമേ ഇനിയും സമൂഹത്തിൽ സ്ത്രീത്വത്തിന് മുന്നേറാനായിട്ട് കഴിയുള്ളൂ. മാത്രമല്ല, സ്ത്രീത്വത്തെ അതിൻ്റെ ശ്രേഷ്ഠതയോടുകൂടി അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രതിസന്ധികൾക്കുള്ള ശമനം വരികയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വിമോചന ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം യാതൊരു വിവേചനവും കൂടാതെ സ്ത്രീകളെയും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ക്രിസ്തുവിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ്.
ഈ ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ മിസ്രൈമ്യ വനിതകൾ എങ്ങനെയാണ് പങ്കുചേർന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഞാൻ രണ്ട് അർത്ഥങ്ങൾ, രണ്ട് ആശയങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ജീവൻ നശിപ്പിക്കാൻ വന്നതായ ഈ സ്ത്രീകൾ ജീവൻ്റെ സംരക്ഷകരായി തീരുന്നതിലൂടെ ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ ഇവർ പങ്കുകാരാകുകയാണ്. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകിയപ്പോൾ ഈ ജനതയെ അടിമയാക്കാനും അവരെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ഫറവോൻ ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ്. അങ്ങനെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ ഈ ഫറവോൻ്റെ മനസ്സിൽ ഉദിച്ചതായിട്ടുള്ള ഒരാശയമായിരുന്നു എബ്രായ ബാലന്മാരെ അഥവാ എബ്രായർക്ക് ജനിക്കുന്നതായിട്ടുള്ള ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാനുള്ള ഒരു തീരുമാനം. അങ്ങനെ ജീവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുന്നതായ രണ്ട് സ്ത്രീകളാണ് ശിപ്രയും പൂവയും. ശിപ്ര എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടി എന്നും പൂവ എന്ന വാക്കിൻ്റെ അർത്ഥം സ്പ്ലെൻഡർ എന്നുമാണ്. ഇവരാരാണ്? ഇവർ മിസ്രൈമ്യ സൂതികർമ്മിണികളാണ്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ പ്രസവ ശുശ്രൂഷയിൽ സഹായിക്കുന്നതായ നേഴ്സുമാരാണ്. ഇംഗ്ലീഷിൽ ഇവരെ മിഡ് വൈഫ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എബ്രായ സ്ത്രീകൾ പ്രസവിക്കാറാവുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് പ്രസവ ശുശ്രൂഷകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ജനിക്കുന്നതായിട്ടുള്ള കുഞ്ഞ് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ളതാണ് രാജകൽപ്പന. രാജാവിൻ്റെ കൽപ്പന അതായിരിക്കെ രാജാവിൻ്റെ കൽപ്പനയെ മറുത്തുകൊണ്ട് ഈ സ്ത്രീകൾ ഈ എബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്നതായ ആൺകുഞ്ഞുങ്ങളെയെല്ലാം ജീവനോടെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ജീവൻ നശിപ്പിക്കാനായിട്ട് വന്നതായ ഈ സൂതികർമ്മിണികൾ ജീവൻ്റെ സംരക്ഷകനായി മാറി ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ പങ്കുചേരുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപക്ഷെ ഇവരാൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞെങ്കിൽ മോശ എന്ന ജനനായകനെ ലഭിക്കുമായിരുന്നില്ല. ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയ പിന്നെയും വൈകാനായിരുന്നു സാധ്യത. എന്നാൽ ഇവരറിയാതെ തന്നെ ഈ ആൺകുഞ്ഞുങ്ങൾക്കെല്ലാം അവർ സംരക്ഷണം നൽകുമ്പോൾ മോശ എന്ന ജനനായകനെയും അവർ സംരക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകുകയാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ പ്രേരിപ്പിക്കപ്പെട്ട് നമ്മളറിയാതെ തന്നെ ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പിന്നത്തേതിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനുമൊക്കെ കാരണമായി തീരും. ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ നമ്മുടേതായ സംഭാവനകൾ നമ്മൾ നൽകുന്നതായിട്ട് കാണാനും കഴിയും. ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ജീവൻ്റെ ദാതാക്കളായി ഇവർ മാറാൻ കാരണമെന്ന് പറയുന്നത് രണ്ട് സംഗതികളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ ജനത്തോട് കാണിച്ച ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ്. ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങളിൽ പറയുന്നത്, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എന്നാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. നോക്കണം, ഒരു ജനത നെടുവീർപ്പിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവരുടെ സഹായത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ അവരെ രക്ഷകനായി മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപ കാണുന്നത്. അതായത്
എന്നെ സഹായിക്കാനായിട്ട് ആരും വരാനായിട്ട് സാധ്യതയില്ല. ഞാൻ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുന്നുവല്ലോ, എൻ്റെ കഷ്ടത വർദ്ധിക്കുന്നുവല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടുകയും നെടുവീർപ്പിടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നിലവിളി കേട്ടിട്ട് നമ്മുടെ നെടുവീർപ്പിനെ കണ്ടിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് നമ്മുടെ യോഗ്യതയല്ല, മറിച്ച് നമ്മോടുള്ള ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദയയുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന്, പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്നതായിട്ടുള്ള മുഹമ്മദ് ഗസ്നി എന്ന ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വളരെ ക്രൂരനും വളരെ ദുഷ്ടനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയെ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം യുദ്ധം ചെയ്ത് യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ടുവരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നിരനിരയായി ഈ വ്യക്തികളുടെ ശരീരത്തിലൂടെ ആനകളെ ഓടിക്കുകയും അത് കണ്ട് വിനോദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ മുഹമ്മദ് ഗസ്നി. മാത്രമല്ല, സ്ത്രീകളോടുള്ള പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നു എന്നാണ്. ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളുടെ വയറുകളെ കുത്തിക്കീറുക, അവരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ തൻ്റെ കയ്യിലിരിക്കുന്ന വാൾമുനയിൽ കുത്തി നിർത്തുക, ഇത് കണ്ട് ആഹ്ലാദിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ക്രൂര വിനോദങ്ങളായിരുന്നു. ഒരിക്കൽ ഈ മനുഷ്യനെ കാണാനായി വൃദ്ധനും ദരിദ്രനുമായ ഒരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. രാജാവിനോട് പറഞ്ഞു, യജമാനനെ, എനിക്ക് 4 പെൺമക്കളുണ്ട്. അവരെ കെട്ടിച്ചയക്കാനുള്ള നിർവാഹമൊന്നും എനിക്കില്ല. എന്നെ അവിടെ നിന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഈ വൃദ്ധൻ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. ഈ ചക്രവർത്തിക്ക് ഈ വൃദ്ധനോട് മനസ്സലിവ് തോന്നി. അദ്ദേഹം തൻ്റെ മന്ത്രിയോട് തൻ്റെ വജ്രപ്പെട്ടി കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ വൃദ്ധൻ നോക്കി നിൽക്കെ തന്നെ ചക്രവർത്തി ഈ വജ്രപ്പെട്ടിക്കകത്ത് കൈയിട്ട് ഒരു പിടി വജ്രം വാരി ഈ വൃദ്ധൻ്റെ ഉത്തരീയത്തിൽ ഇട്ടുകൊടുത്തു. ഇത്രയും വജ്രം കണ്ടതായിട്ടുള്ള ഈ വൃദ്ധൻ അന്താളിച്ച് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എൻ്റെ 4 മക്കളെയും കെട്ടിച്ചയക്കാനായിട്ട് ഇത്രയും വജ്രത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒരു 3-4 വജ്രം മതി. ചിരിച്ചുകൊണ്ട് ഈ ചക്രവർത്തി വൃദ്ധനായ ബ്രാഹ്മണനോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, നാം തരുന്നത് നമ്മുടെ കൃപയ്ക്ക് അനുസരിച്ച്. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, നാം തരുന്നത് നമ്മുടെ കൃപയ്ക്കനുസരിച്ച്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരുപക്ഷെ ക്രൂരന്മാരായ ആളുകളിലൂടെ പോലും ദൈവത്തിന് തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താനായിട്ട് കഴിയും. ഒരു ജനത ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ, നെടുവീർപ്പിട്ടപ്പോൾ, അവരെ സഹായിക്കാനായിട്ട് ദൈവം ഒരുക്കിയതായ വഴികളുടെ കൂട്ടത്തിൽ ഈ സ്ത്രീകളും ക്ഷിപ്രയും പൂവയും എന്ന് പറയുന്നതായ ഈ മിസ്രൈമ്യ ദാസിമാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇടപെടാനായിട്ടുള്ള കാരണം ഒന്ന് ദൈവത്തിൻ്റെ കൃപയാണ്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഈ ഒരു ജീവൻ എടുക്കാൻ വന്നവർ ജീവൻ്റെ ദാതാക്കളായി മാറാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ തിരുവഴുത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുകയാൽ അവർ രാജകൽപ്പന അനുസരിച്ചില്ല എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജീവൻ്റെ സംരക്ഷകരായി ഇവർ മാറാനുള്ള 2-ാമത്തെ കാരണമെന്ന് പറയുന്നത് അവർ ദൈവഭയമുള്ള സ്ത്രീകൾ ആയിരുന്നു എന്നാണ്. രാജകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള വില എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്ന 2 സ്ത്രീകളാണ്. അവർ രാജകൽപ്പനയേക്കാൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്
ആ തിന്മ ചെയ്യാൻ അവർ കൂട്ടുനിന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടിയും നേരിന് വേണ്ടിയും നമ്മൾ നിൽക്കുമ്പോൾ നാം ഒരുപക്ഷെ ഒരു വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ഈ സ്ത്രീകൾ നീതിക്ക് വേണ്ടിയും നേരിന് വേണ്ടി നിൽക്കുമ്പോൾ മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ, ഞങ്ങൾ ഈ തിന്മയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്ന് തീരുമാനമെടുത്ത് അവർ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ ഭയപ്പെടുവാനും ഇടയായി എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഇത്തരത്തിൽ നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടി നിന്നപ്പോൾ വില കൊടുക്കേണ്ടി വന്നതായ പല ഉദാഹരണങ്ങളുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 എബ്രായ ബാലന്മാരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയാൻ രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിക്കുന്നതാണ്. ആ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ എബ്രായ ബാലന്മാർ പറയുന്ന, രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാനായിട്ട് കഴിയും. ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. രാജകൽപ്പനയെ മറുത്തുകൊണ്ട് ദൈവത്തിലുള്ള ഭയത്തോടും ദൈവവചനത്തിലുള്ള ആശ്രയത്തോടും കൂടെ നിലനിന്നതായ ഈ എബ്രായ ബാലന്മാരെ ദൈവം തമ്പുരാൻ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് തീയുടെ മണം പോലും ഏൽക്കാതെ അവരുടെ ഒരു രോമം പോലും നശിച്ചു പോകാതെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ വിട്ടുകളയാൻ തയ്യാറല്ലാതെ നമ്മൾ നീതിക്ക് ന്യായത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ തീച്ചൂളയുടെ അനുഭവമായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അത്തരം തീച്ചൂളയുടെ അനുഭവത്തിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് തെറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, പാപം ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു ദൈവ പൈതലിനെ ദൈവത്തിൻ്റെ വിമോചന ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ തമ്പുരാന് കഴിയും എന്നുള്ളതാണ്. സദൃശവാക്യം 16:6 പറയുന്നത്, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു എന്നാണ്. ഇന്നത്തെ എല്ലാ തിന്മകൾക്കും കാരണം എന്താണ്? ഇന്ന് സമൂഹത്തിൽ തിന്മ പെരുകാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തെ ഭയം ഇല്ല എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുന്നതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക്, ദൈവഭയത്തോടെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തെറ്റിന് കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരിക്കലും അവർ തെറ്റിൻ്റെ കൂടെ അവർ പോകുകയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, നീതിക്ക് വേണ്ടി പോരാടുന്നവരായിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രാജകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഈ എബ്രായ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചതായ ഈ സ്ത്രീകൾക്ക് ദൈവം തമ്പുരാൻ കുടുംബവർദ്ധന നൽകി. ഈ സ്ത്രീകളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിക്ക് ന്യായത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തെ ഭയമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കും, ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഈ തിരുവെഴുത്ത് നമുക്ക് നൽകുന്നതായ ഉപദേശമാണ്. ഒന്ന്, ജീവൻ എടുക്കാൻ വന്നവർ ജീവൻ്റെ സംരക്ഷകനായി മാറുന്നതിലൂടെ ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ ഇവർ പങ്കുചേർന്നെങ്കിൽ, രണ്ടാമത് ഈ സ്ത്രീകൾ വിവേകപൂർവമായ ഉത്തരം നൽകുന്നതിലൂടെ അവർ ദൈവത്തിൻ്റെ ആ വിമോചന പ്രക്രിയയുടെ ഭാഗമായി മാറുകയാണ്. രാജാവ് സ്ത്രീകളോട് ചോദിക്കുന്നത് അതിൻ്റെ 18-19 വാക്യങ്ങൾ, നിങ്ങൾ ആൺകുട്ടികളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത്? അപ്പോൾ അതിന് സൂതുകർമ്മിണികൾ പറഞ്ഞതായിട്ടുള്ള മറുപടി, എബ്രായ സ്ത്രീകൾ മിസ്രൈമ്യ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ, ഞങ്ങൾ അവരുടെ അടുക്കലെത്തും മുൻപേ അവർ പ്രസവിച്ച് കഴിയും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ,
ഈ സ്ത്രീകൾ രാജാവിൻ്റെ മുമ്പിൽ വളരെ വിവേകത്തോടെ, വളരെ ബുദ്ധിയോടെ, വളരെ പ്രാഗൽഭ്യത്തോടെ ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കയ്യിൽ നിന്ന്, വേറെ തരത്തിൽ പറഞ്ഞാൽ മരണത്തിൽ നിന്ന് തന്നെ അവർ രക്ഷപ്പെടാനിടയായി. മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രസാദവും അവർക്ക് ലഭിക്കുന്നതിന് കാരണമായി തീർന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് സദൃശവാക്യങ്ങൾ 14:1, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്നാണ്. ജ്ഞാനം കൊണ്ട് ഒരു കുടുംബത്തെ പണിയാം, അവിവേകം കൊണ്ട് ഒരു കുടുംബത്തെ പൊളിച്ചു കളയാനായിട്ട് കഴിയും. ജ്ഞാനം കൊണ്ട് ഒരു സ്ത്രീക്ക് അവരുടെ വീടിനെ പണിയാം, ഭോഷത്വം കൊണ്ട് അവരുടെ വീടിനെ പൊളിച്ചു കളയാനും കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ജ്ഞാനം കൊണ്ട് തങ്ങളുടെ ഭവനത്തെ പണിതതായിട്ടുള്ള പല സ്ത്രീകളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. ഞാൻ ഓർക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിലെ അബീഗയിൽ എന്ന സ്ത്രീയാണ്. അബീഗയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യമുള്ളവൾ എന്നാണ്. അവരുടെ ഭർത്താവ് നാബാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഭോഷത്വം എന്നാണ്. ഈ നാബാലിന് രോമം കത്രിക്കുന്ന അടിയന്തരം നടക്കുന്നു എന്ന് കേട്ടറിഞ്ഞിട്ട് ദാവീദ് തൻ്റെ ചില ആളുകളെ അയച്ച് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ നാബാല് പറയുകയാണ്, യജമാനനെ വിട്ട് ഓടിക്കളയുന്ന ദാസന്മാരെന്ന് ഒരുപാട് പേരുണ്ട്, എനിക്ക് ദാവീദിനെ അറിയില്ല, അവൻ്റെ ദാസന്മാരെ അറിയില്ല. അങ്ങനെ വെറും കൈയോടുകൂടെ ദാവീദിൻ്റെ ആളുകളെ അയച്ചു കളഞ്ഞു എന്ന് ദാവീദ് അറിയുമ്പോൾ യുദ്ധം ചെയ്യാനായിട്ടും ഈ നാബാലിനെയും അവൻ്റെ സമ്പത്തിനെയും കുടുംബത്തെ നശിപ്പിച്ച് കളയാനായിട്ട് ദാവീദും അവൻ്റെ ആളുകളും ഒക്കെ ഈ നാബാലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്ന് അബീഗയിലിനോട് ഈ വർത്തമാനം പറയുമ്പോൾ അബീഗയിൽ ചെന്ന് ദാവീദിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, അവൻ്റെ പേര് പോലെ തന്നെ അവൻ ഭോഷത്വമാണ്, യജമാനൻ പൊറുക്കണമെന്ന് പറഞ്ഞ് ദാവീദിൻ്റെ കാൽക്കൽ വീണ് ഈ സ്ത്രീ കേണ് അപേക്ഷിക്കുമ്പോൾ ദാവീദ് 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ വിവേകം സ്തുത്യം, രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. കണ്ട പ്രിയപ്പെട്ടവരെ, അവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ വിവേകം സ്തുത്യമാണ്, ഞാൻ രക്തം ചിന്തി പാപം ചെയ്യാതെ വണ്ണം നീ എന്നെ തടുത്തു, നിന്റെ കുടുംബത്തെ ആ നാശത്തിൽ നിന്ന് നീ രക്ഷിച്ചു, നീ വളരെ നല്ല സ്ത്രീയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറഞ്ഞ് ദാവീദ് പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനം കൊണ്ട് തങ്ങളുടെ ജീവനെയും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവനെയും രക്ഷിച്ചതായിട്ടുള്ള ഈ സൂതി കർമ്മിണികളായ ശിപ്രയും പൂവയും അവിടെ വിവേകമായ ഉത്തരത്തിലൂടെ ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണം വിവേകശൂന്യമായ പ്രവർത്തനങ്ങളാണ്. ഒരു വാക്ക്, പെട്ടെന്നുണ്ടായ കോപം, പറഞ്ഞതായിട്ടുള്ള ചെയ്തതായ ചില പ്രവൃത്തികൾ, അതൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ, 1 മിനിറ്റ് ഒന്ന് ആലോചിക്കാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിയുമായിരുന്നു. വീട്ടിൽ നിന്ന് ഭർത്താവിനോട് പിണങ്ങിപ്പോയത് നിമിത്തം വിധവയായി കഴിയേണ്ടി വന്ന സ്ത്രീകൾ, എടുത്ത തീരുമാനം പിന്നീട് തെറ്റായിപ്പോയല്ലോ എന്നോർത്ത് കുറ്റബോധത്തോടെ കഴിയുന്നതായിട്ടുള്ള വ്യക്തികൾ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വിവേകമില്ലാത്ത പ്രവർത്തികൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ തകരുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നത് കാണാതിരിക്കാൻ, ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ പങ്കുകാരാകാതെ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഒന്ന്, ജീവൻ എടുക്കാൻ വന്ന ഈ സൂതികർമ്മിണികൾ ജീവൻ്റെ സംരക്ഷകരായി മാറുന്നതിലൂടെ
ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ അവർ ഭാഗമാകുകയാണ്. 2, സ്തോത്രം, വിവേകപൂർവമായ ഒരു ഉത്തരം രാജസന്നിധിയിൽ അവർ പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ ജീവനെ രക്ഷിക്കുക മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ ഇവരും ഒരു ഭാഗമായി തീർന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനൊരു ആത്മീയ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ 3ാമത് ഈ ഒരു പോർഷൻ നമുക്ക് തരുന്നതായിട്ടുള്ള ആത്മീക അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഏതൊരു വേദഭാഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മീയ അർത്ഥമുണ്ട്. ഏത് വേദഭാഗത്തെയും ആ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ പഠിക്കാനായി ശ്രമിക്കുമ്പോൾ മാത്രമേ ദൈവം ആ വേദഭാഗത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഫറവോൻ എന്ന് പറയുന്നത് തിന്മയുടെ പ്രതിനിധിയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിമോചനത്തിന് തടസ്സം നിൽക്കുന്ന ശക്തിയാണ്. എപ്പോഴും ഈ തിന്മ ശക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവജനത്തെ അടിമയാക്കി വയ്ക്കുക, ഏതു വിധേനയും അവൻ്റെ അടിമത്വത്തിൽ വയ്ക്കുക എന്നുള്ളതാണ് അവൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തിന്മയുടെ ശക്തി ദൈവജനത്തെ അടിമയാക്കി വയ്ക്കാനായിട്ട് ഇവിടെ 2 കാര്യങ്ങളാണ് ഈ ദൈവജനത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്നത്. 1ാമത്തെ സംഗതി, ഊഴിയ വേലകളാൽ അവരെ പീഡിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, 1ാമത് ഊഴിയ വേലകൾ ചെയ്യാനായിട്ട്, വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി വയ്ക്കാൻ ഫറവോൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഈ പീഡ അഥവാ ഞെരുക്കം എന്ന് പറയുന്നത് ദൈവജനത്തിന്മേൽ പിശാച് കൊണ്ടുവരുന്ന പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. പലതരത്തിലായിരിക്കും ദൈവത്തിൻ്റെ മക്കളെ പിശാച് പിടിച്ച് അവൻ്റെ അടിമയാക്കി വയ്ക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തെ അവൻ്റെ അടിമയാക്കി വയ്ക്കാനായിട്ട് സ്വീകരിച്ചതായിട്ടുള്ള മാർഗം എന്താണ്? അവരെ ജോലി ഭാരം കൂട്ടിക്കൊടുത്തു. അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ജോലി ഭാരം കൂട്ടിക്കൊടുത്ത് കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കാനായി തുടങ്ങി. നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ പലപ്പോഴും പിശാച് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ചില ട്രിക്കുകൾ, ചില തന്ത്രങ്ങൾ അവൻ പ്രയോഗിച്ചിട്ടാണ്. കഠിനമായ ജോലി ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകൾ, ജീവിതത്തിൽ പലതരമായ തിരക്കുകൾ, കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ, മറ്റു പലവിധമായ ഞെരുക്കങ്ങൾ, ഇതെല്ലാം പിശാച് പലപ്പോഴായി വ്യക്തികളുടെ ജീവിതത്തിൽ കൊണ്ടിട്ടിട്ട് അവർ പറയും, എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എനിക്ക് സമയമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ കുറേശ്ശെ ആയിട്ട് അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, വിളക്ക് കത്തിച്ച് അതെ പാത്രം കൊണ്ട് മൂടി വയ്ക്കരുത്, കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വയ്ക്കരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളുടെ ഉള്ളിൽ കത്തിക്കപ്പെട്ടിരിക്കുന്ന, തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ വെളിച്ചം അത് ശോഭിക്കരുതെന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ ആഗ്രഹിച്ചിട്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേൽ പലതരമായ പീഡനങ്ങൾ, പലതരമായ ഞെരുക്കങ്ങൾ, സാമ്പത്തിക ഞെരുക്കം. അപ്പോൾ എന്തു ചെയ്യും? ഒത്തിരി ഭാരം കൊണ്ടുവരും. അപ്പോൾ ബൈബിൾ വായിക്കാൻ തോന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നില്ല, കൂട്ടായ്മയിൽ പോയാൽ സന്തോഷത്തോടെ ആരാധിക്കാനായിട്ട് തോന്നില്ല. പിശാച് പലതരത്തിൽ ദൈവത്തിൻ്റെ മക്കളെ ഞെരുക്കി അടിമയാക്കി വയ്ക്കാറുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, നിങ്ങളെ ദൈവത്തിൻ്റെ വിമോചന പ്രവർത്തനത്തിന് അതിശക്തമായി ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്താൻ കഴിയാതെ വണ്ണം ശത്രുവായ ഫറവോൻ നിങ്ങളെ അവൻ്റെ അടിമയാക്കി വയ്ക്കാനായി നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അതെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊരു വിമോചനം ആവശ്യമാണ്. നിങ്ങളെ ആ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണമെന്നും തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്.
മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഭാഗത്ത് പറയുകയാണ്, അവരുടെ കുഞ്ഞുങ്ങളെ, എബ്രായർക്ക് ജനിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയാനായി ഫറവോ കൽപ്പന പുറപ്പെടുവിച്ച് ഈ ശിപ്രയും പൂവയും നിയമിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഭാവിയുടെ വാഗ്ദാനമാണ്. അവർ സഭയുടെയും കുടുംബത്തിൻ്റെയും സമ്പത്താണ്. അവരെ നശിപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയെ തന്നെയാണ് സാത്താൻ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകൾ ഇന്ന് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഇത് പൈശാചികമായ ഈ കാലഘട്ടത്തിൻ്റെ ഒരു തന്ത്രമാണ് എന്ന്? ഇതിനകത്തുള്ള ആത്മീക സന്ദേശത്തിലൂടെ നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബങ്ങളെയും പിശാച് അടിമയാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? നമുക്ക് ഈ വചനങ്ങളെ നമുക്ക് കണ്ട് ഉണരാമോ? നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടുംബത്തിലെ അമ്മയായാലും കുടുംബത്തിലെ പുരുഷനായാലും ദൈവം നമ്മെല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയുടെ ഭാഗമാകാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഉണരാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പിശാച് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുടുംബങ്ങളെ അവൻ്റെ അടിമയാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പിശാച് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവ്, എൻ്റെ തലമുറയെ പുറത്തു കൊണ്ടുവരണമേ. നിൻ്റെ വിമോചന പ്രക്രിയയുടെ ഭാഗമാകാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ വചനത്തെ ഏറ്റെടുക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവ വചനത്തിനായി സ്തോത്രം. ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളത് ഏറ്റെടുക്കുന്ന കർത്താവേ, സകല ദൈവമേ, ഫറവോന്യ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. യേശുവിൻ നാമത്തിൽ ഈ നിൻ്റെ മക്കളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ ഓരോരുത്തരുടെ മേലും അവിടെ കുടുംബങ്ങൾക്കകത്തും വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.